ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ വീട്ടിലുണ്ടായ കുറച്ച് കൃഷി സാധനങ്ങളൊക്കെ നമുക്ക് പറ്റുമോ കാണിച്ചു തരാം. വീട്ടിൽ കുറച്ചധികം വാഴകളും കൊള്ളി സാധനങ്ങൾക്കൊക്കെ കുറേ ഉണ്ട്. പിന്നെ ഇത് കൂടാണ്ട് നമ്മുടെ വീട്ടിലുണ്ടായ കുറച്ച് മുളക് ഐറ്റംസ്. ഇത് കണ്ട, ഈ മുളകിനൊരു പ്രത്യേകത ഉണ്ട്. ഇതൊന്നോ രണ്ടെണ്ണോ ഇട്ടാൽ കറി വളരെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് കൂടാതെ വേറൊരു മുളകിൻ്റെ ഐറ്റം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട, ഇതാണ് നമ്മുടെ സാധാരണ പീടികയിൽ നിന്നൊക്കെ കിട്ടുന്ന പറ്റൽമുളക്. പിന്നെ ചീര, പിന്നെ കുറച്ച് കൈപ്പക്കകൾ കുറച്ച് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് അധികം വലുപ്പമായിട്ടില്ല. ആടാ, ചെറിയ ചെറിയ കൈപ്പക്കൽ, കുഞ്ഞു കുഞ്ഞു കൈപ്പക്കളായിട്ട് കൈപ്പക്ക. ഇത് കുറച്ച് വലുപ്പമായിട്ടുണ്ട്. ഇത് കൂടാതെ അവിടെ എവിടെയായിട്ട് ചെറിയ ചെറിയ ഇത് കൈപ്പക്ക ആയിട്ട് വരുന്നുണ്ട്. അങ്ങോട്ട് നോക്കൂ, ഇതാ കാണുന്നതാണ് നമ്മുടെ വീട്ടിലെ മത്തങ്ങ. ഉണ്ടാ, ഇതാണ് നമ്മുടെ വീട്ടിലെ മത്തങ്ങ. മത്തങ്ങ വലുതായി വരുന്നുള്ളൂ. അപ്പം അതിനെ ഒന്ന് കെട്ടിക്കൊടുക്കണം. ഇവിടെ നമ്മുടെ വീട്ടിൽ പുള്ളികളുണ്ട്. ഇത് നമ്മുടെ പ്രത്യേകത പുള്ളിയാണ്. കിൻഡൽ കൊള്ളി എന്ന് പറയും. ഈ കൊള്ളിയുടെ പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ ഇലക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇതാണ് കിൻഡൽ കൊള്ളി. സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. ഇതിനാണ് നമ്മൾ സീതപ്പഴം എന്ന് പറയുക. കാണുന്നുണ്ടല്ലേ, സീതപ്പഴം. ഇത് ആദ്യമായിട്ടാണ് സീതപ്പഴം ഉണ്ടാകുന്നത്. ഇനി അടുത്ത ഒരു ഐറ്റം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വീട്ടിലെ പപ്പായ മരം. കുറേ പപ്പക്കായ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇതിന് കുറച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള പപ്പക്കായാണ് നമ്മൾ കാണുന്നത്. ഇനി വീട്ടിലുണ്ട് ഒരു സ്പെഷ്യൽ ഐറ്റം കാണിച്ചു തരാം. ഇതിലുണ്ട കൈതച്ചക്ക. കടയിൽ നിന്ന് ഒരു കൈതച്ചക്ക വാങ്ങിയതാണ്. അത് കുഴിച്ചിട്ടപ്പോൾ ഉണ്ടായതാണ്. മധുരം ഉണ്ടാവുമെന്നൊന്നും നമുക്കറിയില്ല. ഒന്നുകൂടി മൂത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഇവിടെ നോക്കിയത് അല്ല, വീട്ടിലുള്ള നെല്ലിപ്പുളി. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എനിക്കറിയില്ല. കണ്ട, ഇതാണ് വീട്ടിലുണ്ടായിരുന്ന അരിനെല്ലിക്ക. ഇതിനൊടുക്കത്തെ പൊളിയാണ്. ഇത് വീട്ടിലുണ്ടായ ബബിൾസ് നാരങ്ങ. ബബിൾസ് നാരങ്ങ എന്നാണ് നമ്മൾ ഈ നാട്ടിൽ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇത് കുറച്ചും കൂടി വലുതാവും. വലുതായി പഴുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് അറിയാൻ പറ്റുമോ. ഇത് നമ്മുടെ സ്പെഷ്യലായ മൂവാണ്ടൻ മാങ്ങ അടിച്ചതാണ്. വീട്ടിലുണ്ടായ മൂവാണ്ടൻ മാങ്ങ ആയി തുടങ്ങിയിട്ടുള്ളൂ. ഇത് കുറച്ചും കൂടി നോക്കാൽ ഒരു പ്രത്യേക ടേസ്റ്റ്. അത് മൂത്ത് കഴിഞ്ഞാൽ ചതച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ്. ഇപ്രാവശ്യം കുറച്ചധികം മാങ്ങകൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇവിടെ നോക്കിയാൽ കാണാൻ മേലെ അവിടേക്കായിട്ട് കുറേ അത്യാവശ്യം കുറച്ച് മാങ്ങകൾ ഉണ്ടായിട്ടുണ്ട്. കുറച്ചൊക്കെ ഞങ്ങൾ പൊട്ടിച്ചു. വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് പൊട്ടിച്ചെടുത്തു. കുറച്ച് അയൽവക്കത്തും അവിടെ ഇവിടെയൊക്കെ നമ്മുടെ വീട്ടിലുള്ള തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ മാങ്ങകൾ കൊടുക്കുന്നു. ബാക്കിയുള്ള ഇത് ഇനി 2 വട്ടം പൂത്തത് കൊണ്ട് എല്ലാതും ഓരോ ഇതല്ല. ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ഐറ്റംസ് ഉണ്ട്. വീട്ടിലെ കാരണവന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഐറ്റംസ് അവർ നട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ യൂട്യൂബ് ചാനൽ വീഡിയോസൊക്കെ എടുത്തിടാം.